ഹലോ നമസ്കാരം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പരിവാഹൻ സൈറ്റിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങളെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വാഹന ഉടമകൾക്ക് അവരുടെ മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ ചേർക്കാനൊരു അവസരം വന്നിരിക്കുകയാണ്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലാക്കുന്നതിൻ്റെ ഭാഗമായാണ് വാഹന ഉടമകളുടെ മൊബൈൽ നമ്പറുകൾ വാഹൻ സൈറ്റിൽ, അതായത് പരിവാഹൻ സൈറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇതിനായി എല്ലാ റീജിയണൽ, സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ഫെബ്രുവരി 15 വരെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ആധാർ ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷകൾ ഓൺലൈനായിട്ട് ചെയ്യാനും സാധിക്കാത്തവർക്കും തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കി മൊബൈൽ നമ്പർ നമുക്ക് അപ്ഡേറ്റ് നടത്താവുന്നതാണ്. അതേസമയം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാർച്ച് 1 മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് നൽകുകയില്ല. പകരമായിട്ട് ഡിജിറ്റൽ രൂപത്തിലുള്ള RC ആയിരിക്കും നൽകുക. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പ്രിൻറ്റിംഗ് ഒഴിവാക്കിയിട്ട് ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നൽകുന്ന നടപടികൾക്ക് നേരത്തെ തന്നെ MVD വകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങളുടെ ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ചെയ്യാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ബാങ്കുകളും അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിവാഹൻ പോർട്ടലുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. പരിവാഹൻ പോർട്ടലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ മാത്രമേ 2025 മാർച്ച് 1 മുതൽ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഹൈപ്പോത്തിഫിക്കേഷൻ സേവനങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. താങ്ക്